ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ സഹീറ ഫ്രം ഇർഹാസ് ഡിസൈനർ സ്റ്റുഡിയോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പുതിയ കളക്ഷൻ ആയിട്ടാണ്. മെറ്റീരിയൽ വരുന്നത് പശ്മിനയാണ്. പശ്മിനയില് ഒരുപാട് കാറ്റഗറി ഉണ്ട്. 10 ലോ ആയിട്ടുള്ളതുണ്ട്, പിന്നെ ഒരു മീഡിയം ഉണ്ട്, ആവറേജ് ഉണ്ട്, നല്ല ഹൈ ക്വാളിറ്റി ഉണ്ട്. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ആവറേജിൽ പെട്ടതാണ്. പറ്റ ലോക്കലും അല്ല, നല്ല മുന്തിയതും അല്ല, ആ ഒരു രീതിയിലത്തെ അത്യാവശ്യം സാധാരണക്കാർക്ക് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ, അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് മെറ്റീരിയൽ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. 4 കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വന്നിട്ട് ഇതൊരു ഡാർക്ക് ആഷ് കളറില് ഒരു ബീട്രൂട്ടിന്റെ കളറാട്ടോ, ഒരു ബീട്രൂട്ട് കളർ. ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാല് 46 ആണ് ലെങ്ത് ഉള്ളത്. പക്ഷെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് 49 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ കൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മുകളിൽ നിന്ന് ബാക്കിയുള്ള പീസ് കിട്ടും. അത് വെച്ചിട്ട് ഞാൻ ഷോൾഡറിന്റെ ഈ ഭാഗത്ത് ജോയിന്റ് ചെയ്തതാണ്. അത്യാവശ്യം XXL നന്നായിട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്റെ സൈസ് എന്ന് പറഞ്ഞാല് XXL ആണ്. സ്ലീവ് ഇതിന്റെ സൈഡിൽ വരുന്നുണ്ട്. സ്ലീവിന് സെപ്പറേറ്റ് തുണി സൈഡിലായിട്ട് വരുന്നുണ്ട്. ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ്. ഫ്രണ്ടും ബാക്കും ഒരേ പ്രിന്റ് ആണ്. പക്ഷേങ്കിൽ ഫ്രണ്ടില് യോക്കിന് മാത്രം ചെറിയൊരു എംബ്രോയിഡറി, അത്യാവശ്യം നല്ല വർക്കാണ് കേട്ടോ, നല്ല വർക്ക് ഉണ്ട്. നല്ലൊരു എംബ്രോയിഡറി ഡിസൈൻ ആണ് വരുന്നത്. ദുപ്പട്ടയും വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ്, പശ്മിനയിൽ തന്നെയാണ് ദുപ്പട്ടയും വരുന്നത്. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. ബോട്ടം വരുന്നത് ഈ കളറാട്ടോ. ബോട്ടം ഒരു ബർഗണ്ടി ടോണില്, ഒരു ലൈറ്റ് ബർഗണ്ടി ആയിട്ട്, അതായത് ഒരു ബീട്രൂട്ടിന്റെ ഒരു കളർ എന്ന് പറയാം, ഒരു ലൈറ്റ് ഷെയ്ഡ് ഇട്ട, ഡാർക്ക് ഇല്ല. ഇങ്ങനെയാണ് ബോട്ടം വരുന്നത്. ഇങ്ങനെയാണ് ടോപ്പ് ആൻഡ് ദുപ്പട്ട. നല്ലോണം മനസ്സിലാവുന്നുണ്ടോ പ്രിന്റ് ഒക്കെ? ഫസ്റ്റ് വന്ന ഇതാണ് കേട്ടോ. റേറ്റ് വന്നിട്ട് 1290, 1290 കേട്ടോ റേറ്റ് വരുന്നത്. ഓക്കെ, അടുത്തത് വന്നിട്ട് ഇതൊരു ആന്റിക് ഷെയ്ഡ് ആട്ടോ, ഒരു ലൈറ്റ് ഗോൾഡൻ ആന്റിക്കിന്റെ ഒരു കളറായിട്ടാണ് വരുന്നത്. ആന്റിക് ഒരു കാക്കി കളറിന്, നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞാല് കാക്കി കളർ എന്ന് പറയാം. ശരി, നമ്മളെപ്പോഴത്തെ ഒരു കളർ ഷെയ്ഡ് വെച്ചിട്ട് ആന്റിക്കിന്റെ ഷെയ്ഡ് അതാണ് വരുന്നത്. അതിൽ നല്ല ഡാർക്ക് നമ്മളെ ഗ്രേപ്പ് കളർ കേട്ടാ, ഗ്രേപ്പ് ആണ് ഇതിന് കോമ്പിനേഷൻ ആയിട്ട് വരുന്നത്. ടോപ്പ്, ബോട്ടം, ദുപ്പട്ട മൂന്നും വരുന്നത് പശ്മിന മെറ്റീരിയലിലാണ്. ടോപ്പ് അത്യാവശ്യം നല്ല തുണിയുണ്ട്, അതായത് ഒരു 3 മീറ്ററിന്റെ അടുത്ത്, അല്ല ബോട്ടോട്ടാ, ബോട്ടം ഒരു 3 മീറ്ററിന്റെ അടുത്ത് തുണി വരുന്നുണ്ട്. ടോപ്പ് ഞാൻ പറഞ്ഞില്ലേ, മെറ്റീരിയൽ ഒരു 46 ഇഞ്ചാണ് ഇത് കറക്റ്റ് ഇതിന്റെ കട്ടിങ് ഉള്ളത്. അതിൽ പിന്നെ ഞാൻ ജോയിന്റ് ചെയ്തതാണ്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഒരുപാട് സ്ലീവ് സൈഡിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേറെ തന്നെ കൊടുത്തിട്ടുണ്ട്. കാണുന്നില്ലേ സ്ലീവ്? ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ഫ്രണ്ടില് അത്യാവശ്യം നല്ലൊരു വർക്ക് യോക്കിന് വന്നിട്ടുണ്ട് കേട്ടാ. ആന്റിക്കും നല്ല ഗ്രേപ്പും കളറായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ദുപ്പട്ട അത്യാവശ്യം
സൈസ് ഉണ്ട്. അത് വിചാരിച്ച് 2.5 മീറ്ററിന്റെ ലെങ്ത് ഒന്നുമില്ല, ഒരു 2.25 2.30 അത്രയൊക്കെ ദുപ്പട്ട വരുന്നുള്ളൂ കേട്ടാ. ഇങ്ങനെ ഓവറായിട്ട് വലിപ്പം വേണമെന്ന് പറയുന്നവർക്ക് ഇത് ഒരിക്കലും സെറ്റ് ആവൂല. ഇങ്ങനെയാണ് വരുന്നത്. ബോട്ടത്തിന്റെ കളറ് നല്ല ഡാർക്ക് ഗ്രേപ്പ് കളറാട്ടാ വരുന്നത്, നല്ല ഡാർക്കാണ്. കളറ് ശരിക്ക് കാണുന്നുണ്ടാ? ശരിക്കും ആന്റിക്ക് ഒറിജിനൽ കളർ തന്നെയാണോ ഫോണിൽ കാണിക്കുന്നത്? വരുന്നത്. റേറ്റ് വരുന്നത് 1290 ആണ്. പ്ലസ് ഷിപ്പിംഗ് ഉണ്ടാവും. ഷിപ്പിംഗ് നമുക്ക് DTDC ഉണ്ട്, പിന്നെ പോസ്റ്റ് ഉണ്ട്, പ്രൊഫഷണൽ കൊറിയർ ഉണ്ട്. ഏത് വേണമെങ്കിലും പറയാം. DTDC നമുക്ക് 50 പ്ലസ് 10 രൂപ കവറിന്റെ അടക്കം 60 രൂപയാണ് ചാർജ് ഉണ്ടാവുക. പോസ്റ്റ് ആവുമ്പോൾ 80 രൂപ വരുന്നുണ്ട് കേട്ടാ. പോസ്റ്റ് കുറച്ച് കൂടുതലാണ്. നമ്മളിപ്പോ ആദ്യത്തെ ഷോപ്പ് ഇങ്ങോട്ട് മാറിയതിന് ശേഷം നമ്മൾ ഇവിടെ അടുത്താണ് കൊടുക്കാൻ തുടങ്ങിയത് പോസ്റ്റ് വഴി. അപ്പൊ അവിടെ 80 ആണ് പറയുന്നത്. ആദ്യത്തെ സ്ഥലത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കിട്ടലുണ്ടായിരുന്നു. അപ്പൊ DTDC 60, പോസ്റ്റ് 80 ആണ്. അതേപോലെ പ്രൊഫഷണൽ കൊറിയർ വരുന്നതും മിനിമം 60 ആണ്. അതിന്റെ മേലേക്ക് കുറെ ഉണ്ടെങ്കിലൊക്കെ പ്രൊഫഷണൽ കൊറിയർ ആണ് നിങ്ങൾക്ക് നന്നാവുക. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട് ചെയ്ച്ചാലും നിങ്ങൾ അത് ചൂസ് ചെയ്യാട്ടാ. പിന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിലാണ് ഓർഡർ തരേണ്ടത്. വേറെ നമ്പറുകളിലൊന്നും നിങ്ങൾ ഓർഡർ കൊടുക്കരുത്. അതേപോലെ ഗൂഗിൾ പേ ചെയ്യാൻ ഞാൻ ഒന്നുകിൽ QR കോഡ് സെൻഡ് ചെയ്ത് തരും, അതല്ലെങ്കിൽ GPayന്റെ നമ്പർ ഉള്ള ഇത് ഇട്ട് തരും. അതിലോട്ട് മാത്രം ചെയ്യുക. വേറെ ഒരു ഇതിലും നിങ്ങൾ കാശ് വിട്ട് കൊടുക്കരുത്. ഓക്കെ. അടുത്തത് 3ാമത്തെ ഷെയ്ഡ് വന്നിട്ട് ഇതൊരു ആഷിലോട്ട് ചെറുങ്ങനെ ടച്ച് ഉണ്ട്, പക്ഷെ ആഷ് അല്ല കേട്ടാ. ഇതിൽ മെറൂണ് ആണ് കളർ വരുന്നത്. ബോട്ടത്തിന്റെ കളറൊക്കെ നല്ല ഡാർക്ക് മെറൂൺ ആണ് കേട്ടാ വരുന്നത്. ടോപ്പിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാല് 46 ആണ്. മെറ്റീരിയൽ വരുന്നത് പശ്മിന ആണ്. പിന്നെ അതാക്കുന്ന ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത്. ഓരോന്നിനും നെക്കിന് വരുന്ന വർക്കിൽ ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷെങ്കിൽ എല്ലാത്തിനും ബോക്സ് ടൈപ്പ് ആയിട്ടാണ് പിന്നെ ഇത് വന്നിട്ടുള്ളത് കേട്ടാ. അതായത് നമ്മൾ ബക്കറ്റ് ഷേപ്പ് എന്ന് പറയും, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. സ്ലീവ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് 4950 വരെ ഇത് ഞാൻ ഗ്യാരണ്ടി മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടും. പക്ഷെ ചെറിയൊരു ജോയിന്റ് വരുന്നു മാത്രം. അത് ഒരിക്കലും കാണൂല, കാരണം ഞാൻ ഇട്ടിട്ടിപ്പോ എവിടെയെങ്കിലും ജോയിന്റ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു രീതിയിലും മനസ്സിലാവില്ല. ദുപ്പട്ട വരുന്നത് പശ്മിനയിൽ തന്നെയാണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത്. നല്ല ഡാർക്ക് ഡീപ്പ് മെറൂൺ ആട്ടോ വന്നിട്ടുള്ളത്. പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ്. ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്. ബോട്ടം വരുന്നത് ഈ സെയിം കളറാണ്. റേറ്റ് വന്നിട്ട് 1290 ആണ്. 46 കിട്ടും. പിന്നെ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഷോൾഡറിന് ജോയിന്റ് ചെയ്താൽ ഒരു 50 വരെ കിട്ടുന്നതാണ്. ഞാൻ ചെയ്തിട്ടുള്ളത് 49ന്റെ മേലെ എന്റെ ടോപ്പിന് ലെങ്ത് ഉണ്ട്. ദുപ്പട്ട നല്ല വീതിയുള്ള ദുപ്പട്ടാണ്, വീതിക്കൊന്നും കുറവില്ല. ലെങ്ത് ഒരു 2.30 ലെങ്ത്തും ഉണ്ട്. ഓക്കെ. ഇത്തത് ഞാൻ ഇട്ടിട്ടുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടാ. ഇതില് ഓറഞ്ച് ആണ് കേട്ടാ കളറായിട്ട് വന്നിട്ടുള്ള. ഓറഞ്ച് എന്ന് പറഞ്ഞാല് പിന്നെ ഡാർക്ക് ഓറഞ്ച് അല്ല, ഒരു ബ്രിക്ക് ഓറഞ്ച് ആട്ടോ. നല്ലൊരു ഓറഞ്ച്, പിന്നെ കുത്തുന്ന ഓറഞ്ച് അല്ല. ഇതൊരു ലൈറ്റ് ഗ്രേയിലാണ്. നമ്മള് ഫസ്റ്റ് കാണിച്ചത് ഒരു കുറച്ച് ഡാർക്കാണ്. ഇത് അതിന്റെ ഒരു ലൈറ്റ് ഗ്രേ ആണ്. ടോപ്പ് ബോട്ടം ദുപ്പട്ട 3 വരുന്നത് പശ്മിന എന്ന് പറയുന്ന മെറ്റീരിയലാണ്. ബോട്ടം ഒരു 3 മീറ്ററിന്റെ അടുത്ത് നന്നായിട്ട് പിന്നെ തുണി വരുന്നുണ്ട് കേട്ടാ. ഇങ്ങനെയാണ് ഇത് വരുന്നത്. സൈഡില് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് കണ്ടോ. ഇത്രയും ലെങ്ത് നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഫുള്ള് താഴെ കിട്ടുന്ന രീതിയിൽ ഒന്ന് കാണിച്ചു കൊടുക്കി. ഇത്ര നമുക്ക് ഫസ്റ്റില് കിട്ടുന്നുണ്ട്. താഴെ കാണുന്നുണ്ടോ നല്ലോണം? അപ്പൊ ഇതിലോട്ട് നമുക്കൊരു 4 ഇഞ്ചിന്റെ പീസ് നന്നായിട്ട് 5 മുകളിൽ ഉണ്ടായിരുന്നു. ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. അത്ര ലെങ്ത് കൂട്ടണ്ടായിട്ട് എനിക്ക് ഇത്ര മതി. ഞാൻ ഇത്ര ലെങ്ത് ആണ് ഞാൻ യൂസ് ചെയ്യാറ്. സ്ലീവ് സൈഡിൽ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാനിത് ഇപ്പോ ഇന്ന് ഈവനിങ് ആണ് ഞാൻ ഈ ഡ്രസ്സ് യൂസ് ചെയ്തത്. കാരണം ഇത് വിന്ററിന്റെ സ്പെഷ്യൽ ആണ് പശ്മിന എന്ന് പറഞ്ഞാല്. അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ചൂടെടുക്കുമെന്നുള്ളത്.
ചൂടെടുക്കുന്നില്ല കേട്ടോ. ഞാൻ ക്രേപ്പ് ലൈനിങ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ആക്കിയിട്ടുള്ളത്. ചൂടെടുക്കുന്നില്ല, യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. ലൈനിങ് ഇല്ലാതെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാം. പക്ഷെങ്കിൽ നമ്മളെ ഡ്രസ്സിന് കുറച്ചും കൂടി ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈനിങ് ഇടുന്നതാണ് എല്ലാ ഡ്രസ്സിനും നല്ലത്. ഞാൻ എല്ലാ ഡ്രസ്സിനും ലൈനിങ് ഇടാറുണ്ട്. പെറ്റിക്കോട്ട് വരെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചുരിദാർ യൂസ് ചെയ്യാറ്. കാരണം നിങ്ങൾക്ക് അപ്പം മാത്രമേ അതൊരു കംഫർട്ടബിൾ ആയിട്ട് തോന്നാറുള്ളൂ. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. ഇതാണ് ബോട്ടം. ബോട്ടത്തിന്റെ കളർ ബ്രിക്ക് ഓറഞ്ച് ആണ്. ബ്രിക്ക് റെഡ് അല്ല, ബ്രിക്ക് ഓറഞ്ച് ആണ് കളർ വരുന്നത്. അതേപോലെ ഒരു ലൈറ്റ് ആഷിലോട്ട് ഇങ്ങനെ ഗ്രേ കളർ, ലൈറ്റ് ഗ്രേയിലോട്ട് ഈ ഒരു ബ്രിക്ക് കളറായിട്ട് നല്ല ഭംഗിയുണ്ട് ട്ടാ. കാണാൻ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ്. 1290 പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത്. പിന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത്, പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് റിട്ടേൺ ഇല്ല. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് തരുള്ളൂ. അതിന് നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ്. ഒരു കാരണവശാലും ഓപ്പണിംഗ് വീഡിയോ ഇല്ലാതിരിക്കരുത്. മെറ്റീരിയൽ നിങ്ങളെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ അത് ഓപ്പണിംഗ് ആയിട്ട് തന്നെ വീഡിയോ എടുത്തിട്ട് തന്നെ നിങ്ങൾ അത് എനിക്ക് സെൻഡ് ചെയ്ത് തരാം. കാരണം എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടിട്ടാണ്. അപ്പൊ ഓപ്പണിംഗ് വീഡിയോ ഉള്ള ഡ്രസ്സുകൾ മാത്രമേ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുള്ളൂ. അല്ലാത്ത അതും എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മാത്രം. അല്ലാത്ത ഒരു ഡ്രസ്സും എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല. റീഫണ്ടിന്റെ കാര്യം നിങ്ങൾ സംസാരിക്കുകയോ ചെയ്യരുത്. കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സ് മാറ്റിത്തരും. ആ മെറ്റീരിയൽ നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ മാറ്റിത്തരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാം. പിന്നെ അന്നത്തെ ആ ഒരു സമയത്തുള്ള ആ ഒരു അവസ്ഥ പോലെ ആയിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ടാവും. ഒരു വിധം ഞാൻ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് തന്നെ ഉണ്ടാവും. പക്ഷെ നിങ്ങളും അതേപോലെ തന്നെ എന്നോടും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ലാസ്റ്റ് വണ്ണാണ്. 4 ഷെയ്ഡായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.